അങ്ങനെ ജാവയുടെ 42FJ ടെസ്റ്റിംഗിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവന്റെ കോ ഫൗണ്ടറിന്റെ പേരാണ് FJ എന്ന് പറയുന്നത്. ആ പേരിലാണ് അവർ ഈ മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്തത്. ആ മോഡല് ഡ്യുവൽ എക്സോസ്റ്റ് ആയിട്ടായിരുന്നു ലോഞ്ച് ചെയ്തത്. ഇപ്പൊ എന്തായാലും പുതിയ മോഡൽ ടെസ്റ്റിംഗിന് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ സിംഗിൾ എക്സോസ്റ്റ് വേരിയന്റ് എന്തിനാന്നറിയില്ല. ജാവ ആയാലും ST ആയാലും ഇൻട്രസ്റ്റ് ചെയ്യിക്കുന്ന ഒരു കാര്യം അവർ ഓട്ടോമൊബൈൽ ഇതിനകത്ത് ചെയ്യുന്നില്ല. BS എന്തായാലും ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ആ മോട്ടോർ സൈക്കിൾ. ഈ മോഡലും എന്നെ വലിയ ഇൻട്രസ്റ്റ് ചെയ്തിട്ടില്ല. ആൾക്കാരെയും ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പോകുന്നില്ല. ഇതിനകത്ത് 350cc എഞ്ചിനാണ്. അതായത് 42-ല് 300cc ആണ്. FJയിൽ 334cc എഞ്ചിനും ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള 29 bhp പവർ 29.62 Nm ടോർക്കുമാണ്. വില പരിശോധിച്ച് നോക്കുമ്പോൾ 1.99 lakhs ആണ് എക്സ്ഷോറൂം പ്രൈസ് വരാൻ സാധ്യതയുള്ളത്. കൂടുതലൊന്നും അറിയില്ല. സിംഗിൾ എക്സോസ്റ്റ് ആവുന്നതിന്റെ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഹാൻഡിലിംഗ് കുറച്ചുകൂടി ഇമ്പ്രൂവ്, പിന്നെ പവർ കുറച്ചുകൂടി കൂടുതൽ കിട്ടും. വണ്ടിയുടെ വെയിറ്റ് കുറയും, നമുക്ക് നല്ല രീതിയിൽ ക്രൂസ് ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് വണ്ടിയുടെ വിലയും കുറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ റൗണ്ടഡ് ആയിട്ടുള്ള LED ഹെഡ്ലാമ്പ് വരുന്നുണ്ട്. പിന്നെ ടിയർ ഡ്രോപ്പ് ആയിട്ടുള്ളൊരു ടാങ്കും നൽകിയിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് വലിയ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു കാര്യം ജാവയും STയും ചെയ്യുന്നില്ല. അതായത് സെയിം മോഡൽ തന്നെ. ഇതും FJ എന്ന് പറയുന്ന 42 തന്നെയാണ്. 42-നെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയെന്ന് ചോദിച്ചു. ഇത് നമുക്ക് രണ്ട് മോഡലും 42-ഉം 42FJയും വെച്ച് കഴിഞ്ഞാൽ ഈ 334cc എഞ്ചിൻ കൊണ്ടുവന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ തമ്മിൽ അത്ര വലിയ വ്യത്യാസമൊന്നും നമുക്ക് തോന്നുകയില്ല. കുറച്ചുകൂടി കാണാൻ കുറച്ചുകൂടി അട്രാക്റ്റീവ് FJ ആണെങ്കിൽ. ബേസിക്കലി രണ്ടും ഒരേ മോഡൽ തന്നെയാണെങ്കിലും രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഡിസൈൻ വൈസ് കുറച്ചുകൂടി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന FJയുടെ ഡിസൈനാണ്. കുറച്ചുകൂടി അട്രാക്റ്റീവ് എല്ലാവരും ആകർഷിക്കുന്ന FJ തന്നെയാണ്. കമ്പനി നമ്മളെ ഇൻട്രസ്റ്റ് ചെയ്യിക്കുന്ന ഒരു മോട്ടോർ സൈക്കിളും കൊണ്ടുവരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും ഈ മോട്ടോർ സൈക്കിൾ എടുക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എന്നെ ഇൻട്രസ്റ്റ് ചെയ്യിക്കുന്നില്ല. എന്തായാലും കുറെ ആൾക്കാർ ഇൻട്രസ്റ്റ് ചെയ്യിക്കാനും സാധ്യത കുറവാണ്, സെയിം മോഡൽ തന്നെ ആയതുകൊണ്ട് തന്നെ. എന്തായാലും ജാവയുടെ ഒരു ഐഡന്റിറ്റി ഡ്യുവൽ എക്സോസ്റ്റ് ആണ്. അവന്മാർക്ക് ചിലപ്പോൾ തോന്നിക്കാണും ഡ്യുവൽ എക്സോസ്റ്റ് കൊണ്ട് ഒരു കാര്യമില്ല എന്ന്. നിങ്ങൾ ഡ്യുവൽ എക്സോസ്റ്റിനെ സിംഗിൾ എക്സോസ്റ്റ് ആക്കിക്കൊണ്ട് ഇതിന്റെ സെയിൽ ഇംപ്രൂവ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നത് തെറ്റാണ്. ബേസിക്കലി ആൾക്കാർ വേണ്ട ഡ്യുവൽ എക്സോസ്റ്റും അല്ല സിംഗിൾ എക്സോസ്റ്റും അല്ല. ബേസിക്കലി നല്ല സർവീസും കുറഞ്ഞ ബഡ്ജറ്റിലും നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുമാണ് ആൾക്കാർക്ക് വേണ്ടത്. ഇത് ഇവരോട് മാത്രം പറയാനുള്ള കാര്യമല്ല, എല്ലാ കമ്പനിക്കാരോടും എനിക്ക് പറയാനുള്ള കാര്യം.